നമസ്തേ. ഫിസിക്സ് അൺലിമിറ്റഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ചില അഭിപ്രായങ്ങൾ വന്നു. ട്രിക്കി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമോ എന്നുള്ളത് കമൻറ്റിൽ തന്നെ ഒരാൾ ചോദിച്ചു. അതുപോലെ മറ്റു ചില കൂട്ടുകാർ മറ്റു രീതിയിൽ വാട്സപ്പിലും ഒക്കെ ആയിട്ടും ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാമോ, അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാം തന്നെ ഒന്നുകൂടി പറഞ്ഞു തരാമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. ചിലർ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു തരണം എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെയുള്ള ഒരു പരിമിതി സമയമാണ്. ഞാനിങ്ങനെ ബോർഡിൽ ഓരോന്നും ചെയ്തു വരുമ്പോൾ അതിൻ്റെ സമയം ഒരുപാട് കൂടുതലാകും. അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഞാൻ പെൻ ആൻഡ് പേപ്പർ മോഡലിൽ, അതായത് ബുക്കിൽ എഴുതുന്ന രീതിയിൽ എഴുതിയിട്ട് പറഞ്ഞു തരാം. അത് ഇഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കി പോകാം. അതല്ല, ബോർഡിൽ തന്നെ ചെയ്ത് വേണം എങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലംസ് അങ്ങനെയും നോക്കാം. ഏതാണ് എന്നുള്ള അഭിപ്രായം എല്ലാവരും തുറന്ന് പറയണം. ഒന്ന് നോക്കുക, കണ്ടു നോക്കുക. പിന്നെ ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ ഏതെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ കൂടി അല്ലാതെ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചോദിച്ചാൽ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ 1.6 ഒന്ന് നോക്കാം. 4 point charges QA equals 2 microcoulomb, QB equals -5 microcoulomb, QC equals 2 microcoulomb and QD equals -5 microcoulomb are located at the corners of a square ABCD of side 10 centimeter. What is the force on a charge of 1 microcoulomb placed at the center of the square? ഇതാണ് ചോദ്യം. ഇവിടെ നമുക്ക് ആ സ്ക്വയർ കാണിച്ചിട്ടുണ്ട്. ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. 4 മൂലകൾ ABCD കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, എയും സിയും 2 മൈക്രോകൂളം വച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണേഴ്സാണ്. അതുപോലെ ബിയും ഡിയും -5 മൈക്രോകൂളം വച്ചിരിക്കുന്നതും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണേഴ്സാണ്. ഇത് 2 ഡയഗണൽസും കൂടി ക്രോസ് ചെയ്യുന്ന പോയിൻ്റ്, ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒയിൽ നിന്ന് എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി എങ്ങോട്ടുള്ള ദൂരവും തുല്യമായിരിക്കും. കാരണം സൈഡ് 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണല്ലോ ഇത്. അപ്പോൾ ആ ദൂരം കാണാനായിട്ട് OA, OB, OC, OD ഈ ദൂരങ്ങൾ കാണാനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക, അല്ലെങ്കിൽ ADB എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മറ്റ് 2 സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ OA എന്ന് പറയുന്നത് ആ ഡയഗണലിൻ്റെ പകുതി ആയതുകൊണ്ട്, അല്ലെങ്കിൽ OB അല്ലെങ്കിൽ OC അല്ലെങ്കിൽ OD ഏത് ദൂരം എടുത്താലും ഡയഗണലിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് നമുക്കെടുക്കാം √10² + 10² / 2, അതായത് 10√2/2 അല്ലെങ്കിൽ 5√2 സെൻറ്റിമീറ്റർ. നമുക്കതിനെ R എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിൽ നിന്നും, അതായത് 2 മൈക്രോകൂളംബ് ആണെങ്കിലും -5 മൈക്രോകൂളംബ് ആണെങ്കിലും ചാർജ് വച്ചിരിക്കുന്നിടത്തു നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം കണ്ടു. ഇനി സെൻറ്ററിൽ 1 മൈക്രോകൂളം ആണ് ചാർജ് എന്ന് കാണുമ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കുളം ലോ ഉപയോഗിച്ച് ഫോഴ്സ് കണ്ടുപിടിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ K(Q1Q2/r² ആണ്. ഇവിടെ ആദ്യം ഫോഴ്സ് ഓൺ O ഡ്യൂ ടു A, അതായത് സെൻറ്ററിലുള്ള ചാർജ് A കൊണ്ടുള്ള ഫോഴ്സ് എത്രയുണ്ട്, KQA Q/r² എന്നായിരിക്കും അതിന് നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ. Q1 Q2 എന്നുള്ളതിന് പകരം QA Q, കാരണം Q എന്ന് പറയുന്ന സെൻറ്ററിലുള്ളത് എല്ലായിടത്തും കോമൺ ആണ്. ഞാനിവിടെ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഫൈനലായിട്ട് എത്രയുണ്ടെന്ന് കണ്ടാൽ മതി. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും അത് കാണണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇനി ഇവിടെ FOA equals KQA Q/r² equals K/r² ഇൻറ്റു QAയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 × 10⁻⁶, Q എന്നുള്ളതിൻ്റെ ചാർജ് 1 × 10⁻⁶. ഇത് രണ്ടും എഴുതി കഴിയുമ്പോൾ 2K/r² ഇൻറ്റു 10⁻12 ന്യൂട്ടൺ. അടുത്തതായിട്ട് അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഇത് QA പോസിറ്റീവാണ്, Qവും പോസിറ്റീവാണ്, അതുകൊണ്ട് റിപ്പൽ ചെയ്യും. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം,
ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് കാണിക്കേണ്ടത്? റിപ്പൾഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഒയിൽ നിന്ന് എയിലേക്ക് വേണമെങ്കിലും കാണിക്കാം. അതായത് ഒ എന്നുള്ളിടത്തെ ചാർജ് എയെ റിപ്പല് ചെയ്യുന്നു എന്ന് കാണിക്കാം. പക്ഷേ നാം എപ്പോഴും ഓർമ്മയിരിക്കേണ്ട കാര്യമുണ്ട്. പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഡോസ് മരുന്നിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. അതായത് കൊണ്ടുവയ്ക്കുന്ന ചാർജ് കൊണ്ട് സിസ്റ്റത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതുകൊണ്ട് ഒയിൽ നിന്ന് എയിലേക്കായിട്ട് ഞാൻ ഫോഴ്സ് വരച്ചാൽ അതിനർത്ഥം ഈ 1 മൈക്രോ കൂളം ചാർജ് സ്ക്വയറിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചപ്പോൾ എയിലിരിക്കുന്ന ചാർജിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് ഓഫ് 1 മൈക്രോ കൂളം പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ എന്നാണ്. അതായത് കൊണ്ടുവയ്ക്കുന്നതിന് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ കൊണ്ടുവയ്ക്കുന്നതിന് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ എന്ന കോർണറിലെ ചാർജ് ഒ എന്ന സെൻറ്ററിലെ ചാർജിനെ റിപ്പല് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് ആ സ്ക്വയറിൻ്റെ മുകളിലായിട്ട് കാണാം, ബ്ലാക്ക് ലെറ്ററിൽ കാണിച്ചിട്ടുണ്ട് FOA എന്ന് പറഞ്ഞ ഡയറക്ഷൻ. അതായത് ഒയിൽ നിന്ന് സിയിലേക്ക്. ഈ ഫോഴ്സ് എഴുതിയിരിക്കുന്ന താഴെയും എലോങ് OC എന്ന് ഗ്രീൻ ലെറ്ററിൽ എഴുതിയതിൻ്റെ കാരണം അതാണ്. ഇനി അടുത്തത് OCയിലെ, അതായത് FOC എന്ന് പറയുന്ന ആ കോർണർ സിയിലെ ചാർജ് കൊണ്ട് ഓയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ FOC ഈക്വൽസ് KQC Q/R². ഇവിടെയും K/R² എന്ന് അതുപോലെ ഇടുന്നു. QC എന്ന് പറയുന്നതും 2 മൈക്രോ കൂളമാണ്. അതുകൊണ്ട് 2 × 10⁻⁻6. Q എന്ന് പറയുന്നത് 1 മൈക്രോ കൂളം, അതായത് 1 × 10⁻⁻6 എന്ന് നമ്മൾ എഴുതി. ഇവിടെയും വാല്യൂ എഴുതുന്നത് 2K/R² × 10⁻12 ന്യൂട്ടൺ. അതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് എങ്ങോട്ടാണ്? എലോങ് OA. അതായത് സിയിലുള്ള പോസിറ്റീവ് ചാർജ് കൊണ്ട് സെൻറ്ററിലുള്ള പോസിറ്റീവ് ചാർജിനെ റിപ്പല് ചെയ്യുകയാണ്. അത് ഒയിൽ നിന്ന് എയിലേക്കുള്ള ഡയറക്ഷനിലായിരിക്കും, പുറത്തേക്കായിരിക്കും. ഇതേപോലെ ബിയിലുള്ള ചാർജ് കൊണ്ട് -5 മൈക്രോ കൂളം കൊണ്ട് സെൻറ്ററിൽ എത്രയുണ്ട്? അതാണ് FOB. QB Q/R² അല്ലെങ്കിൽ K/R² QB -5 ആണ്. അത്രയും മൈക്രോ കൂളമ്പാണ്. അപ്പോൾ -5 × 10⁻⁻6 1 × 10⁻⁻6 വരുമ്പോൾ -5 K/R² × 10⁻12. ഇതിൻ്റെ ഡയറക്ഷൻ അട്രാക്റ്റീവ് ആയിരിക്കും. അതായത് O എന്നുള്ള പോസിറ്റീവ് ചാർജിനെ B എന്നുള്ള കോർണറിലെ നെഗറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒയ്ക്കും ബിക്കും ഇടയ്ക്കായിട്ട് താഴേക്കായിട്ട് തന്നെ FOB എന്ന റെഡ് ലെറ്ററിൽ ആ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി കാണേണ്ടത് FOD ആണ്. FOD എന്ന് പറയുന്നത് KQD Q/R² ആണ്. ഇവിടെയും K/R² QD എന്ന് പറയുന്നത് -5 ആണ്. അപ്പോൾ -5 × 10⁻⁻6 1 × 10⁻⁻6. ഇവിടെയും എഴുതുന്നത് -5 K/R² × 10⁻12 ന്യൂട്ടൺ ആണ്. അതിൻ്റെ ഡയറക്ഷൻ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഒയിൽ നിന്ന് ഡിയിലേക്ക്. അപ്പോൾ ഒയ്ക്കും ഡിക്കും ഇടയിൽ തന്നെയാണ് അതിൻ്റെ ആരോ കാണിക്കേണ്ടത്. FOD റെഡ് ലെറ്റർ കൊണ്ട് എഴുതിയിട്ടുണ്ട്, ആരോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പൾഷൻ്റെയും അട്രാക്ഷൻ്റെയും ഡയറക്ഷൻ നിങ്ങൾ കാണിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം, അത് തെറ്റാൻ പാടില്ല. ഇനി നോക്കുക, OC OA ഈ രണ്ട് ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, ഓപ്പോസിറ്റാണ്, പക്ഷേ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ OBയും ODയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്, പക്ഷേ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇവിടെ 0 ആയതുപോലെ തന്നെ, അതായത് 4 മൂലകളിലെയും കൂടി നെറ്റ് ചാർജ് 0 ആയതുപോലെ നെറ്റ് ഫോഴ്സും സെൻറ്ററിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സും 0 ആകും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേറൊരു രീതിയിലും കൂടി ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാം. അത് അടുത്ത ചാപ്റ്റർ, പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കുക, ഈ സ്ക്വയറിൻ്റെ 4 മൂലകളിലുള്ള ചാർജ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ വെച്ച് സെൻറ്ററിലുള്ള ഫോഴ്സും ഫീൽഡും ഒക്കെ എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് കാണാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. 1.12
ചോദ്യം ഇതാണ്, ടു ഇൻസുലേറ്റഡ് ചാർജ്ഡ് കോപ്പർ സ്പിയേഴ്സ് എ ആൻഡ് ബി ഹാവ് ദെയർ സെൻറ്റേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 50 cm. What is the mutual force of electrostatic repulsion if the charge on each is 6.5 into 10 raised to minus 7 coulomb? The radii of A and B are negligible compared to the distance of separation. Part B ആയിട്ട്, what is the force of repulsion if each sphere is charged double the above amount and the distance between them is halved? അപ്പോൾ കൂളം ലോ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. F = K Q1 Q2/R². ആദ്യത്തെ പാർട്ട് വളരെ എളുപ്പമാണ്. Q1 തന്നിട്ടുണ്ട്, അത് തന്നെയാണ് Q2 എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് Q1 = 6.5 into 10 raised to minus 7 coulomb, that is equal to Q2. R എന്ന് പറയുന്നത് 50 cm ആണ്, അതായത് 0.5 മീറ്റർ. കെയുടെ വാല്യൂ നമുക്കറിയാം, 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F = K Q1 Q2/R², അതായത് 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ per coulomb square into 6.5 into 10 raised to minus 7 coulomb into 6.5 into 10 raised to minus 7 coulomb divided by 0.5 meter square. അത് വാല്യൂ വരുന്നത് 1521 into 10 raised to minus 5 ന്യൂട്ടൺ, അല്ലെങ്കിൽ നമുക്ക് 1.5 into 10 raised to minus 2 ന്യൂട്ടൺ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ പാർട്ടി ചോദിച്ചിരിക്കുന്നത് ചാർജ് ഡബിൾ ചെയ്തു, ഡിസ്റ്റൻസ് ഹാഫ് ചെയ്തു. അപ്പോൾ നമുക്ക് Q1 Q2 എന്നുള്ളതിന് പകരം Q1' എന്നും Q2' എന്ന് എഴുതാം. ഡിസ്റ്റൻസിന് R' എന്നും. അപ്പോൾ Q1' = 2Q1, Q2' = 2Q2, R' = R/2. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സിനെ F' = K Q1' Q2'/R' എന്ന് എഴുതാം. ഞാനതിനെ ഇവിടെ F' = K ഇൻറ്റു Q1' എന്നുള്ളതിന് പകരം 2Q1 ഇൻറ്റു Q2' എന്നുള്ളതിന് പകരം 2Q2 ഡിവൈഡഡ് ബൈ R' എന്നുള്ളതിന് പകരം R/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ മുകളിലത്തെ വാല്യൂ മാറുന്നത് 2ഉം 2ഉം 4ഉം എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ 4K എഴുതി. Q1 Q2/R/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ R²/4 ആണ്. അപ്പോൾ ഈ 4ഉം കൂടി മുകളിലേക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കാണാം 4 into 4 അതൊരുമിച്ച് മാറ്റി എഴുതി. ബാക്കി വരുന്നത് K Q1 Q2/R². അപ്പോൾ ഈ K Q1 Q2/R² വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, 1.5 into 10 raised to minus 2. ജസ്റ്റ് ഇപ്പോൾ മുകളിൽ കണ്ടിട്ടുണ്ട് ഫോഴ്സ് എത്രയാണെന്നുള്ളത്. അതിനെ ഈ 4 into 4, അതായത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ വാല്യൂസും ഈ 2Q1 എന്നുള്ളതിന് പകരം അവിടെ 6.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എഴുതിയിട്ട് നിങ്ങൾ രണ്ടാമത് വീണ്ടും ചെയ്യാനായിട്ട് മെനക്കെടേണ്ട കാര്യമില്ല. ഫൈനൽ വാല്യൂവിൽ മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തതായിട്ട് 1.13, അതായത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ചോദ്യമാണ്. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതിനെ ഇൻ ദ എബോവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് എക്സാമിന് ഒരുപക്ഷെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യുകയാണ്. 2 identical copper spheres are charged to the same value Q. If a third similar uncharged copper sphere is brought in contact with the first, then brought in contact with the second, and finally removed from both, what is a new force of repulsion between the first 2 spheres? ചോദ്യം മനസ്സിലായല്ലോ. അതായത് നമുക്ക് 2 റെഡ് സ്പിയർ കാണിച്ചിട്ടുണ്ട്, കോപ്പർ സ്പിയേഴ്സ് ആണ്. അതിന് രണ്ടിനുമുള്ള ചാർജ് Q എന്ന് തന്നെയാണ്. അവ തമ്മിലുള്ള അകലം R ആണ്. ഇതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. നമ്മൾ ഫിഗറിൽ നോക്കുക. അത് കഴിഞ്ഞ് പറയുന്നത് ഒരു അൺചാർജ്ഡ് സിമിലർ സ്പിയർ. നിങ്ങൾ രണ്ടാമത്തെ ഫിഗറിൽ A ഇൻ കോണ്ടാക്ട് വിത്ത് C എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അൺചാർജ്ഡ് സ്പിയർ ആയതുകൊണ്ട് അത് ഞാൻ ബ്ലാക്ക് കളറിലാണ് കാണിച്ചിരിക്കുന്നത്, C എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ റെഡും ബ്ലാക്കും സ്പിയേഴ്സ് തമ്മിൽ ടച്ച് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ചാർജ് ഷെയർ ചെയ്യും. ഇത് സിമിലർ ആയതുകൊണ്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ Q + 0/2, അതായത് Q/2 എന്ന് പറയുന്ന ചാർജ് രണ്ടിലേക്കും മാറി. അത് രണ്ടാമത്തേത്. അത് കഴിഞ്ഞ് പറഞ്ഞത് പിന്നീട് ഇത് ഈ കറുത്ത സ്പിയർ C എന്ന് പറയുന്നത് B കൊണ്ട് ടച്ച് ചെയ്തു. അപ്പോൾ Bക്ക് ഇപ്പോൾ Q ചാർജ് ഉണ്ട്. മൂന്നാമത്തെ ഫിഗർ നോക്കുക, C ഇൻ കോണ്ടാക്ട് വിത്ത് B എന്ന് പറഞ്ഞത്. Q എന്ന് പറയുന്ന ചാർജ് മുഴുവനായിട്ടുള്ള റെഡ് സ്പിയർ ബിയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. Q/2 എന്ന് പറയുന്ന ബ്ലാക്ക് സ്പിയർ. ഇവിടെയും സിമിലർ ആയതുകൊണ്ട് ചാർജ് ഈക്വലായിട്ട് ഷെയർ ചെയ്യും.
അപ്പം ക്യൂ പ്ലസ് ക്യൂ ബൈ ടു എന്ന് പറഞ്ഞാൽ 1/2 അപ്പോൾ ഈ 1/2 ചാർജ് അതായത് 3q/2 എന്നുള്ളതിനെ വീണ്ടും പകുതി വീതമായിട്ടെന്ന് പറയുമ്പോൾ 3q/4 രണ്ടിനും കിട്ടി. അതുകൊണ്ടാണ് മൂന്നാമത്തെ ഫിഗറിൽ 3q/4 എന്ന് മാറ്റി എഴുതി വെച്ചിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നതിന് ഇത് കഴിഞ്ഞിട്ട് ഈ സിയെ അവിടെ നിന്ന് അങ്ങ് മാറ്റി. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് എയും ബിയുമാണ്. എയുടെ ചാർജ് നേരത്തെ ക്യൂ ആയിരുന്നു, പക്ഷേ ബിയോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് q/t ആയി. പിന്നെ ബിയുടെ ചാർജ് 3q/4 ആയി. അപ്പോൾ നമുക്ക് ഫൈനൽ ഫോഴ്സും ഇനീഷ്യൽ ഫോഴ്സും കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇനീഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് കെ Q1 Q2/r² എന്ന് പറഞ്ഞ ഇക്വേഷനിൽ Q1ഉം Q2ഉം സെയിം ആയതുകൊണ്ട് നമുക്ക് KQ²/r² എന്നെഴുതാം. രണ്ടാമത്തത് എഫ് ഡാഷ് ഫൈനൽ ഫോഴ്സ് എന്ന് പറയുന്നത് Q1' Q2'/r² എന്നെഴുതുമ്പോൾ ഇവിടെ കെയും ആറും മാറുന്നില്ല, അതുകൊണ്ട് K/r² എഴുതി. പിന്നെ Q1' എന്നുള്ളതിന് പകരം q/2 എഴുതി. Q2' എന്നുള്ളതിന് പകരം 3q/4 എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് K/r² ഇൻറ്റു Q² മുകളിലുണ്ട്, പിന്നെ ഒരു 3 ഉണ്ട്, താഴെ 2 × 4 വരുമ്പോൾ 8 വന്നു. സോ 3/8 KQ²/r² ആണ്. നമ്മൾ തൊട്ട് മുകളിൽ കണ്ടു ഇനീഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് KQ²/r² ആണ്. അപ്പോൾ ഇവിടെ അഡീഷണൽ വന്നിരിക്കുന്നത് 3/8 ഉള്ളൂ. അപ്പോൾ 3/8 ടൈംസ് ദ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമുക്കിതിനെ കാണാം. ഇത് ഞാനിങ്ങനെ ടിപ്പിക്കലായിട്ട് Q എന്ന് പറയുന്ന വാല്യൂ വെച്ച് തന്നെ ചെയ്തതിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ചിലപ്പോൾ ഇതിനകത്തെ വാല്യൂസ് മാറി മാറി വരാം. അതായത് ഒരു കൂളം ചാർജിൽ നിന്നും അങ്ങനെ എന്ത് വാല്യൂ ഇട്ടാലും ഫൈനലി കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അടുത്തതായി 14ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് നോക്കാം. ഒരു ഫിഗറുണ്ട് 1.14. ദി ഫിഗർ ഷോസ് tracks of 3 charged particles in a uniform electrostatic field. Give the signs of the 3 charges. Which particle has the highest charge to mass ratio? ഇവിടെ നിങ്ങൾ കണ്ടു രണ്ട് വരകൾ മുകളിലും താഴെയായിട്ട്, അതായത് ഒരു പ്ലസും മൈനസും ചാർജുകൾ കൊടുത്തിരിക്കുന്ന രണ്ട് പ്ലേറ്റ് ആണെന്ന് കൂട്ടുക. അതിൻ്റെ നടുക്ക് കൂടി 3 പാരലായിട്ടുള്ള റെഡ് ലൈൻസ് ഉണ്ട്. അതിലെ 2 റെഡ് ലൈൻ 1, 2 എന്ന് പറഞ്ഞ് മുകളിലേക്ക് വളഞ്ഞു പോകുന്നു. താഴെ 3 എന്ന് കാണിച്ചിരിക്കുന്നത് താഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് മുകളിലേക്കുള്ള ആ 1ഉം 2ഉം പോലെയല്ല, താഴേക്കുള്ളത് വളരെ പെട്ടെന്ന് വളഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്ലസും മൈനസും കാണിച്ചിരിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. 3 റെഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത് 3 ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ പാത്താണ്. അപ്പം നിങ്ങൾക്കറിയാം ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൽ എവിടെയാണെങ്കിലും ആ ഫീൽഡിനുള്ളിൽ എവിടെയാണെങ്കിലും ഒരു ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് തുല്യമായിരിക്കും. അതായത് 1 എന്ന് പറയുന്ന ചാർജ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെയുള്ള ആ പാരലലായിട്ട് വരച്ചിരിക്കുന്ന വരയുടെ എവിടെ നിന്നാലും അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് തുല്യമായിരിക്കും. 2 എന്ന് പറയുന്ന രണ്ടാമത്തെ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇതുപോലെ തന്നെ. 1ൻ്റെ ഫോഴ്സും 2ൻ്റെ ഫോഴ്സും തുല്യമാണെന്നല്ല അർത്ഥം. 1 എന്ന് പറയുന്ന ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഈ പൈപ്പിനകത്ത് അല്ലെങ്കിൽ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനകത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ചാർജിനും ഒരേ ഫോഴ്സ് എന്ന അർത്ഥമില്ല. കാരണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു ക്യൂ ദ ചാർജ്. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ 1ൻ്റെ ചാർജ് ആയിരിക്കണം എന്നില്ല 2ൻ്റെ. ആ വ്യത്യാസം ഫോഴ്സിലും വരും. ഇനി മൂന്നാമത്തേത് നോക്കുക. മൂന്നാമത്തേത് മറ്റൊരു ചാർജാണ്, അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആ ബ്ലാക്ക് ലൈനിനുള്ളിൽ, അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനുള്ളിൽ തുല്യമായിരിക്കും. പുറത്തേക്ക് ജസ്റ്റ് അത് നേരെ താഴേക്ക് പോകുന്നു 3 എന്ന് പറഞ്ഞ് കാണിച്ച്. അപ്പം നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് 1, 2 എന്ന് പറയുന്നത് മുകളിലത്തെ പോസിറ്റീവ് പ്ലേറ്റിനോട് അട്രാക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് രണ്ടിനും നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. അപ്പോൾ മൂന്നാമത്തെ ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് താഴെ നെഗറ്റീവിനോട് അട്രാക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജ് പോസിറ്റീവുമായിരിക്കും. ഇനി നാം നോക്കേണ്ടത് വിത്തിൻ ദ പ്ലേറ്റ്സ് പാർട്ടിക്കിൾസ് ആർ മൂവിങ് എലോങ് എക്സ് ആക്സിസ്, അതായത് നേരെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നു. അവിടെ ഫോഴ്സ് ആദ്യം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ്. ഇവിടെ വെർട്ടിക്കൽ മോഷൻ ഒന്നും കാണുന്നില്ല, കാരണം ഹൊറിസോണ്ടലായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെയോ ആ ഫീൽഡ് തീരുന്നിടത്ത് വെച്ച് ഇത് മുകളിലേക്ക് വെർട്ടിക്കൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഫീൽഡ് തീരുന്ന റൈറ്റ് എൻഡിൽ വെച്ചിട്ട് നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം.
ആ പൈപ്പിനകത്ത് മുഴുവനും അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനകത്ത് മുഴുവനും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റോ ഇല്ല എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇനിഷ്യൽ സ്പീഡ് 0 ആയിട്ട് എടുക്കാം. സോ ബേസിക് ഇക്വേഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ S=ut + ½ at² എന്ന് പറയുന്നതിനകത്ത് വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പം u0 വന്നു. പിന്നെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്. കാരണം ഫോഴ്സ് ma എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സലറേഷൻ A = F/m, അതായത് ഇവിടെ F എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, അത് EQ ആണ്, അത് നമുക്കറിയാം. സോ ആക്സലറേഷൻ A = EQ/m, വേർ E = ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, പിന്നെ m മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ. അതുകൊണ്ട് ഇവിടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് എസിന് പകരം ഞാൻ y ഉപയോഗിക്കുകയാണ്. y = 0 + ½ EQ/m × t², അതായത് ½ ET² × Q/m എന്ന് എഴുതിയിരിക്കുകയാണ്. ഞാൻ ആ Q/m ഇവിടെ എഴുതാൻ കാരണമുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഏതിനാണ് കൂടുതലെന്നാണ്. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആ 3 പാർട്ടിക്കിളിനും തുല്യമാണ്. ആ ഹൊറിസോണ്ടൽ മോഷൻ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടൈമും എപ്പോഴാണെങ്കിലും 3ഉം ഒരേപോലെ പോകുന്നുണ്ട്. ടൈം എന്ന് പറയുന്നത് 3നും ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y എന്ന് പറയുന്നത് ½ ET² ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു Q/m. അപ്പോൾ കോൺസ്റ്റൻ്റ് മാറ്റുകയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോർഷൻ എഴുതാം. അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y ഈസ് പ്രൊപ്പോർഷണൽ ടു Q/m എന്ന് നമുക്ക് കിട്ടി. ഇനി ഫിഗറിലേക്ക് നോക്കുക. മൂന്നാമത്തെ പാർട്ടിക്കിൾ വളരെ പെട്ടെന്ന് താഴേക്ക് പോയി, അതിന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം മൂന്നാമത്തെ പാർട്ടിക്കിളിനാണ് മാക്സിമം Q/m റേഷ്യോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. Given a uniformly charged plane sheet of surface charge density sigma equals 2 × 10⁻17 coulomb per meter square, find the electric field intensity at a point A 0.5 millimeter away from the sheet on the left side. Second part, given a straight line with 3 points x, y and z placed 50 centimeter away from the charged sheet on the right side. At which of these points the field due to the sheet remain the same as that of point A and Y? ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആണ്. അതിൽ നിന്ന് 0.5 മില്ലിമീറ്റർ മാറിയുള്ള പോയിൻ്റാണ് എ. ആ പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയുണ്ട്? ഈ ഷീറ്റ് കൊണ്ട് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത്, നമ്മൾ ഈ ഷീറ്റിൻ്റെ സൈസ് 10 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിളായിട്ട് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ ബൈ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റാണ്. നമ്മൾ ഗോസ്ലോയുടെ ആപ്ലിക്കേഷനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് σ/2ε0 ആണ്. അപ്പോൾ ഇവിടെ സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ε0യുടെ വാല്യൂ നമുക്കറിയാം. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.1 × 10⁻28 ന്യൂട്ടൺ പെർ കൂളം. ഇത്രയും ആണ് ഇവിടുത്തെ ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. ഇനി ഷീറ്റിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 × 10⁻17, അതായത് അത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്റ്റഡ് എവേ ഫ്രം ദ ഷീറ്റ് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വലതുവശത്ത് 50 സെൻറ്റിമീറ്റർ മാറി 3 പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്, എക്സ്, വൈ ആൻഡ് ഇസഡ്. ഈ 3 പോയിൻറ്റ്സിൽ ഏത് പോയിൻറ്റിലാണ് എയുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് തുല്യമായിട്ട് വരുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഒരു ഫൈനൈറ്റ് ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതായത് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിൻ്റെ ഇതിന് തുല്യമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വരുന്നത് അതിൻ്റെ മിഡിൽ റീജിയനിലാണ്, അതായത് ഏതാണ്ട് നടുഭാഗത്ത്. അപ്പോൾ ഇവിടെ എക്സ്, വൈ ആൻഡ് ഇസഡ് എന്ന് പറയുന്ന 3 പോയിൻറ്റ്സിൽ വൈ ആണ് മിഡിൽ റീജിയനിലുള്ള പോയിൻ്റ്. അതുകൊണ്ട് വൈ എന്ന് പറയുന്ന പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എയ്ക്ക് ഏതാണ്ട് തുല്യമാകും. ഇന്ന് നാം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്
ഇനി കുറേ ഏറെ അതുമായിട്ട് സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കാണും, അല്ലെങ്കിൽ വേറെ ഗൈഡിലും ഒക്കെ ആയിട്ട് കാണും. ഒന്ന് ചെയ്ത് നോക്കുക. പോരാ എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.